എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫളില റഫീഖ്. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 309 പേജ് സൂറത്ത് മറിയം 52 മുതൽ 64 കൂടിയ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമനി വഖറബ്നാഹു നജിയാ. പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിക്കുകയും രഹസ്യ സംഭാഷണത്തിനായി നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു. വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യാ. നമ്മുടെ കാരുണ്യത്താൽ തന്റെ സഹോദരനായ ഹാറൂനിനെ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന് സഹായിയായി നാം നൽകുകയും ചെയ്തു. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവരായിരുന്നു. അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ. തന്റെ ആളുകളോട് നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അദ്ദേഹം പ്രീതി ലഭിച്ചവനായിരുന്നു. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വേദഗ്രന്ഥത്തിൽ ഇദ്രീസിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. വറഫഅനാഹു മകാനൻ അലിയ്യാ. അദ്ദേഹത്തെ നാം ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രാഈല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ. ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാരെത്രേ അവർ. ആദമിന്റെ സന്തതികളിൽപ്പെട്ടവരും നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിൽപ്പെട്ടവരും ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും സന്തതികളിൽപ്പെട്ടവരും നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരുമത്രേ അവർ. പരമകാരുണികന്റെ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുന്ന പക്ഷം പ്രണമിക്കുന്നവരും കരയുന്നവരുമായിക്കൊണ്ട് അവർ താഴെ വീഴുന്നതാണ്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. എന്നിട്ട് അവർക്കു ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിൻതലമുറ വന്നു. അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു. തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ്. تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. എന്നാൽ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സത്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ ഒട്ടും അനീതിക്ക് വിധേയരാവുന്നതല്ല. ജന്നാതി عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا.
പരമകാരുണികൻ തന്റെ ദാസന്മാരോട് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനായുള്ള സ്വർഗ പൂന്തോപ്പുകളിൽ അവർ പ്രവേശിക്കും. തീർച്ചയായും അവന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. സലാമല്ലാതെ നിരർത്ഥകമായ യാതൊന്നും അവർ അവിടെ കേൾക്കുകയില്ല. തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരവും അവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. تلك الجنة التي نورث من عبادنا من كان تقيا. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആർ ധർമ്മനിഷ്ഠ പുലർത്തുന്നവരായിരുന്നുവോ അവർക്കു നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗം എത്രയത്. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. നബിയോട് ജിബ്രീൽ പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല. നമ്മുടെ മുമ്പുള്ളവരും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവന്റെ അത്രേ. തങ്ങളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.